ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിൽക്കിട്ട് പോവാം. നമ്മളെ ഹീറോയിൻ ഇന്നുങ്ങൾ. അത് മാത്രമല്ല, ഹീറോയിൻ്റെ പേര് പ്രിയ. ജിൻ ഒരു ബിസിനസ് CEO ആണ്. ജിന്നയ്ക്ക് 25 വയസ്സ്. നമ്മൾ ഹീറോയ്ക്ക് ബിസിനസ് മാൻ, ഒരു മോഡൽ, ആക്ടറാണ്, ഒരു കമ്പനീൻ്റെ ബോസ്. അത് മാത്രമല്ല ഹീറോ CEO ആണ്. അത് മാത്രമല്ല ഹീറോയി പറഞ്ഞ ബിസിനസ് ഹീറോ ഒരു ആക്ടറാണ്, ഇന്ത്യൻ ആക്ടർ. ജിന്ന് ഒരു കൊറിയൻ ആക്ടർ. ജിന്നക്ക് ഹീറോയ്ക്ക് എങ്ങനെയുള്ള സ്റ്റോറി വരുന്നത് നോക്കാം. നമുക്ക് സ്റ്റോറിക്ക് പോവാം. ജിന്നക്ക് ഹീറോയി പറഞ്ഞ ഒരുപാട് ഇഷ്ടമാണ്. ചെറിയ പ്രായത്തിൽ ഹീറോയിനെ ഒത്തിരി ലവ് ചെയ്യാണ്. ഹീറോയ്ക്ക് 25 വയസ്സായ ഹീറോയ്ക്ക് 30 വയസ്സ്. ഹീറോയ്ക്ക് 35 വയസ്സ്. ഹീറോയി പറയുന്നു, മോം പറഞ്ഞേക്ക് ഷൂട്ടിങ് ചെയ്യാൻ പോകുന്നുണ്ട്, എനിക്ക് ആക്ടിങ് ചെയ്യണം. ഹീറോയി പറയായിരുന്നു. ഹീറോയ്ക്ക് ഷൂട്ടിങ് ഭയങ്കര ബിസിയായിരുന്നു. ഹീറോയ്ക്ക് 35 വയസ്സ്. ഹീറോയി ജോലിയിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി പാർട്ടി എൻജോയ് ചെയ്തിരുന്നു. ഈ ഫോട്ടോത്തിൽ മതി ഹീറോയിൻ നല്ല ഡാൻസ് കളിച്ച് പാട്ട് എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ ജിന്നു വന്നിരുന്നു. ജിന്നു ഹീറോയിനെ നോക്കായിരുന്നു. ഒച്ചക്കണ്ണടക്കാതെ ഹീറോയിനെ നോക്കുമായിരുന്നു. ജിന്നു മാസ്ക് ഇട്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ നോക്കായിരുന്നു. ബ്ലാക്ക് ഡ്രസ് ഇട്ട് ഹീറോയി ഫ്രണ്ട്സ് കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് നെക്സ്റ്റ് വീക്കിൽ മാരേജ് ആണ്. ഇത് ജിന്നുക്ക് ന്യൂസ് വന്നിരുന്നു. ജിന്നുക്ക് ടെൻഷനായിരുന്നു. എന്താ മാരേജാ? അപ്പം ഞാൻ തന്നെ മാരേജ് കഴിക്കുള്ളൂ. ജിന്നുക്ക് ഒരു ടെൻഷനായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞായിരുന്നു. അതേക്കൊണ്ട് അത് എല്ലാവർക്കും സർപ്രൈസായിട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറയായിരുന്നു. എൻ്റെ മാരേജ്, എൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ്, ഞാൻ ആരാന്ന് ഞാൻ പറയാൻ പോവാം, ഇപ്പോൾ ഒന്നുമില്ല, സർപ്രൈസ് എന്ന് ഹീറോയി ചിരിച്ചിട്ട് പറയായിരുന്നു. അങ്ങനെ മാരേജ് അപ്പോൾ ഹീറോയിൻ്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് കുറിച്ചിട്ട് ഹീറോയി പറഞ്ഞു പോകണം. അങ്ങനെ ജിൻ പ്ലാൻ ചെയ്ത് മതി ഹീറോയിൻ്റെ ഫിയാൻസി പാർട്ട്ണറിനെ കിഡ്നാപ്പ് ചെയ്തു. ജിൻ സ്മോക്ക് ചെയ്തായിരുന്നു. അതിനായിട്ട് ജിന്നു മമ്മി ഡാഡി വന്നു. ജിന്നു മറട്ടായിരുന്നു. മമ്മി ഡാഡി ശരിടാ, വേറെ വഴിയില്ല, ഇവനെ വേറെ കഴിക്കാൻ. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് എന്ത് ചെയ്യാനറിയില്ല. ജിന്നു വന്ന് പറയാം, ഞാൻ തന്നെ മാരേജ് കഴിക്കാം, ഞാൻ നിങ്ങൾ മുള്ളാവ് ചെയ്യുന്ന. ജിന്നു പറയായിരുന്നു, വേറെ വഴിയില്ല, ഓക്കെ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഹീറോയിൻ്റെ മമ്മി ഡാഡി അവരും അങ്ങനെ സർപ്രൈസ് എന്ന് പറയായിരുന്നു. വേറെ വഴിയില്ല, അതുകൊണ്ട് മാരേജ് ആകുമ്പോൾ ഹീറോയിൻ റെഡിയായി. ഇങ്ങനെയായിട്ട് മണ്ഡപത്തിൽ വന്ന് ഇരിക്കുക. ജിന്നു വന്നിരുന്നായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇവനില്ലല്ലോ എൻ്റെ പാർട്ട്ണർ, എന്താ അമ്മ പറയുന്നത്? അങ്ങനെ ഹീറോയിൻ മണ്ഡപത്തിൽ ഇരുന്നായിരുന്നു. കാണാൻ ഹെങ്ക് മതി ഉണ്ടല്ലോ, ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ മാരേജ്. അങ്ങനെ ജിന്നുക്ക് ഹീറോയ്ക്ക് മാരേജ് നടന്നു. ട്രഡീഷണൽ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. അങ്ങനെയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയായിട്ട് അവിടെ ഒരു നൈറ്റ് ഓഫീസിൽ പോയിട്ട് രണ്ടുപേരും രജിസ്റ്റർ ചെയ്ത് മാരേജ് കഴിച്ചായിരുന്നു. എല്ലാവർക്കും റിലീസ് ചെയ്ത് ഇതാണ് എൻ്റെ പാർട്ട്ണർ. ജിന്നു പറയായിരുന്നു. ജിൻ കൊറിയൻ ആക്ടറാണ്. അങ്ങനെ ജിന്നു മാരേജായി. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഹീറോയിൻ മാരേജ് കഴിക്കുമ്പോൾ ചെക്കനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവൻ മയങ്ങി വീണായിരുന്നു. അതുമാത്രമല്ല ജിന്നു ഒരു കുട്ടി മാഫിയാണ്. അതുപോലെ മാഫിയ ബോസ്, സീക്രട്ട് മാഫിയ ബോസാണ് ജിന്നു. ജിന്നു സ്മോക്ക് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. ജിന്നുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാരേജ് നന്നായിട്ട് നടന്നു. പിന്നെ അങ്ങനെ കുറച്ച് നാൾ ഹീറോയിൻ കൂടെ ഇരുന്നു. ജിന്നുവിനെ നോക്കി ഹീറോയിൻ ഉറക്കായിരുന്നു. ജിന്നു പറയായിരുന്നു, ഞാൻ തന്നെ മാരേജ്. അങ്ങനെ കൊറിയയിൽ വിളിച്ചാണ്. കൊറിയയിൽ സൈസ് മാരേജായി. ജിന്നിൻ്റെ മമ്മി ഡാഡിക്ക് വേറെ വഴിയില്ല, എന്താ ചെയ്യാം. എന്നിട്ട് ഹീറോയിൻ അടുത്തടുത്ത് വരാൻ പറഞ്ഞു. ജിന്നു സ്റ്റോപ്പ് എന്ന് പറയായിരുന്നു. ജിന്നു ഹീറോയ്ക്ക് പ്രപ്പോസ് ചെയ്തു. ഷോക്കായിരുന്നു ഹീറോയിൻ. ഹീറോയ്ക്ക് ജിന്നു അവരുടെ അറിയും, ആക്ടർ, ഇങ്ങനെ ഫേമസ് ആക്ടർ എന്ന് അറിയും. ഹീറോയിൻ്റെ ഫ്രണ്ടൊക്കെ ജിൻ പറഞ്ഞ ഒരുപാട് ഇഷ്ടം, ക്രഷാണ്, പിടിക്കും എല്ലാവരും പറയുന്നത്. ഹീറോയി കണ്ടുക്കളായിരുന്നു. ജിന്നു ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹീറോയി പറഞ്ഞാൽ ഇവൻ ചെറുപ്രായം, അതെങ്ങനെ അടി ഇല്ലടി, അനിയൻ മതി, ഫീലിംഗ് ഇരട്ടയിലടി എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു. ജിന്നു പ്രപ്പോസ് ചെയ്ത് കിസ് ചെയ്തു. ഹീറോയി സമ്മതിച്ചില്ല. അങ്ങനെ ജിന്നുക്ക് ടെൻഷനായി. അങ്ങനെ പിടിച്ച് കിസ് ചെയ്തു. അങ്ങനെ എല്ലാം നടന്നത്. ജിന്നുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോ കൂടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ കുറച്ച് ജിന്നു ക്യാരക്ടർ ഡേസ് പോകുമ്പോൾ ജിന്നിൻ്റെ ക്യാരക്ടർ ഹീറോയ്ക്ക് നന്നായിട്ട് പിടിച്ചു. ഇവനൊക്കെ എന്നെ എല്ലാം ഉണ്ട്. ഹീറോയിൻ പറഞ്ഞ റൂമുക്ക് പോകാനിന് ഒരു സീക്രട്ട് റൂം, അതിന് 2 റൂമുണ്ട്. അത് സീക്രട്ട് റൂം പറയായിരുന്നു. അതേ കൂടെ ഹീറോയിൽ പോയിട്ട് നോക്കുമ്പോൾ ഹീറോയിനെ നിറയെ ഫോട്ടോസ് ഉണ്ട്. അതുമാത്രം ഹീറോയ്ക്ക് അറിയാത്ത ഒരു സീക്രട്ട് ഉണ്ട്. ആ ഫോട്ടോത്തിൽ താഴെ ഒരു സീക്രട്ട് ഡോറുണ്ട്. അത് ഹീറോയ്ക്ക് അറിയില്ല.
അതാണ് ഹീറോയുടെ മാഫിയ ഡീലിങ്സ് അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഹീറോയ്ക്ക് അറിയില്ല, പാവം. ഹീറോയുടെ ഫോട്ടോ കണ്ട് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അപ്പോൾ ഇവനെ ലവ് ചെയ്യാൻ ഹീറോ ആക്സെപ്റ്റ് ചെയ്ത് പോയിരുന്നു. ഹീറോ ഡ്രാമ ആക്ടിങ് അത് ചെയ്യുക, ജിന്നു കൂടെ ഇരിക്കുക. അതായത് ഹീറോ ഇപ്പോൾ പ്രഗ്നൻ്റാണ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജിന്നിൻ്റെ ഒരു കാര്യം പറഞ്ഞു, ജിന്നിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ട്വിൻസ് എന്ന് പറയുന്നു. അങ്ങനെ ഹീറോയെ ബേബീസ് കൂടെ നല്ല ജോളിയായിട്ട് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു. ഹീറോ ബേബീസ് ഗേൾ ബേബി ഒരു ബോയ് ബേബി ആയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ആ നൈറ്റ് ഹീറോയ്ക്ക് ഷൂട്ടിങ്ങിൽ ഇങ്ങനെ റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഹീറോയിൻ ഇന്ത്യക്ക് പോയായിരുന്നു. അപ്പോൾ ബേബീസ് ഇപ്പോൾ വളർന്നു വലുതായി. ബേബീസ്ക്ക് 4 വയസ്സായി. ഹീറോ ഇപ്പോൾ എൻട്രി ആയി. ഇങ്ങനെ ഡ്രാമ ഒരു മൂവി നന്നായിട്ട് അവന് ഹീറോയിലെ ഡയറക്ടർ പറയാൻ തുടങ്ങിയായിരുന്നു, മോളെ എന്താ ടീപ്പോഴാ തമിഴ് മൂവിയിൽ ആക്ടിങ് ചെയ്യാൻ പറ്റുമോ? ഇനി ഡയറക്ടർ ഹീറോയിൻ തമിഴ് ആക്ടർ, തമിഴ് നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. തമിഴ് ഡയറക്ടർ പറയായിരുന്നു, ഇല്ല മോളെ, എൻ്റെ ഹസ്ബൻഡ് കൂടെ തമിഴ് പടത്തിൽ അഭിനയിക്കാൻ പറ്റും എന്ന് കേട്ടായിരുന്നു. ഡയറക്ടർ സാർ, അതെങ്ങനത്തെ ഡയറക്ടർ സാർ അഭിനയിക്കാൻ പറ്റും? പ്ലീസ് നല്ല ആക്ടറാണ്, പ്ലീസ് എനിക്ക് വേണ്ടി മൂവിയിൽ അഭിനയിക്കാൻ പറ്റും. എൻ്റെ ഡയറക്ടറെ പറ്റി കെഞ്ചാൻ തുടങ്ങി. ശരി, ഓക്കെ, ഞാൻ ഹസ്ബൻഡോട് കേട്ട് നോക്കാമെന്ന് പറയായിരുന്നു. ആരായിട്ട് ജിന്നിനോട് പറ്റി കേട്ടാ. ജിന്ന് ഡയറക്ടറെ വിളിച്ചോണ്ടോ, ജിന്ന് ഓക്കെ, സ്റ്റോറി എന്താണ്, എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ? സ്റ്റോറി ഓക്കെ ആണെന്ന് മാത്രം അറിയാൻ പറയട്ടു. അങ്ങനെ ഹീറോയും കോൾ ചെയ്ത് വിളിച്ചായിരുന്നു. ജിന്ന് വന്നത്, ജിന്ന് ഡയറക്ടറെ സംസാരിച്ചു. ഡയറക്ടർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഡയറക്ടർക്ക് തുടങ്ങി, എനിക്ക് എല്ലാ ലാംഗ്വേജും അറിയും എന്ന് പറയായിരുന്നു. ശരി, ഓക്കെ. ജിന്നിൻ്റെ ഒരു സ്റ്റോറി പറയായിരുന്നു. ഒരു രാജാവിൻ്റെ സ്റ്റോറിയാണ്, പ്രിൻസ് സ്റ്റോറി. ശരി, ഓക്കെ. അങ്ങനെ ആ ഡ്രാമയിൽ നന്നായിട്ട് ജിന്ന് ഹീറോയും കൊണ്ട് നല്ല അഭിനയിച്ചു. അങ്ങനെ ബേബീസ് ഈ മൂവിയിലുമുണ്ട്. അങ്ങനെ ഹീറോയിൻ്റെ ബേബീസ് ഈ മൂവിയിൽ വന്ന് അഭിനയിച്ചു. നല്ല സൂപ്പർ ഹിറ്റായി മൂവി. രാജകാലത്തെ സ്റ്റോറിയാണ്. നല്ല റിലീസായി, നല്ല ഫേമസ് ആവുന്നത് എല്ലാ ലാംഗ്വേജിലായി പോകാൻ തുടങ്ങി. അങ്ങനെ ഡയറക്ടർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഡയറക്ടർ ഭയങ്കര ഫേമസ് ആയിരുന്നു. ആ ഡയറക്ടർ കുറച്ച് മൂവി പറഞ്ഞാൽ അത് ഫേമസ് നമ്പർ 1 പ്ലേസ് വന്ന ഡയറക്ടർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഡാൻസ് മോളെ, എൻ്റെ പടം നല്ല സൂപ്പറായിട്ട് ഒരുപാട് നന്ദിയുണ്ട് ഹീറോയിനോട് പറയായിരുന്നു. ശരി, ഓക്കെ അങ്കിൾ എന്ന് പറഞ്ഞു. ഹീറോ ചിരിച്ചിട്ട് ഓക്കെ. അങ്ങനെയായിട്ട് മൂവി നല്ല സൂപ്പറായിട്ട് റിലീസായിരുന്നു.